ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ചെറിയ ബാത്റൂം, അതായത് നമുക്ക് ഒരു റൂമിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബാത്റൂം. അത് ഓൾറെഡി നമ്മൾ റൂമിൽ നിന്ന് താഴ്ത്തിയിട്ടിട്ടില്ല, സെയിം ലെവലിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെ കൊടുക്കാം, എന്തൊക്കെ മിക്സഡ് ടാപ്പ് കാര്യങ്ങൾ, അതിൻ്റെ അളവ്, കൺസീൽ ഫ്ലഷ് കൊടുക്കുന്നതിൻ്റെ അളവ് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ചെറിയ ബാത്റൂം ആയതുകൊണ്ട് ഒരു കോർണറിൽ ഒരു 10 ഇഞ്ചിൻ്റെ വരാവുന്ന രീതിയിലുള്ള വാഷ് ബേസിൻ വെക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് തൊട്ടപ്പുറത്തേക്ക് നമ്മൾ ഒരു മിക്സഡ് ടാപ്പ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. പിന്നെ അതിന് നമ്മൾ അങ്ങേ അറ്റത്തേക്കായിട്ട് ഒരു ഭിത്തിയുടെ അങ്ങേ പുറത്തേക്ക് തുളയ്ക്കുന്ന രീതിയിൽ നമ്മളൊരു കൺസീൽഡ് ഫ്ലഷാണ് വെച്ചിരിക്കുന്നത്. അതായത് ഭിത്തി കൺസീൽ ചെയ്ത് ഫ്ലഷ് അതിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത്. കാരണം പ്രൊജക്റ്റ് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി സ്ഥലം കുറയുന്നതുകൊണ്ട് നമ്മൾ ഭിത്തിയുടെ അകത്തേക്ക് പുറത്തേക്ക് തുളച്ച് ഭിത്തിയുടെ ഉള്ളിലാണ് കൺസീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ആദ്യമേ തന്നെ നമ്മൾ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് മനസ്സിലാക്കണം. ട്രാപ്പിൻ്റെ ഹൈറ്റിന് ശേഷം ഒരു 3 ഇഞ്ച് അല്ലെങ്കിൽ വരാവുന്ന രീതിയിൽ കോൺക്രീറ്റിങ് കഴിഞ്ഞ് ടൈല് വരുമ്പോൾ ഏകദേശം ഒരു 3 ഇഞ്ച് കിട്ടാവുന്ന രീതിയിൽ നമ്മളൊരു ഫ്ലോർ ലെവൽ ആദ്യമേ തന്നെ മാർക്ക് ചെയ്യണം. ട്രാപ്പിന് ഹൈറ്റ് കഴിഞ്ഞതിന് ശേഷം മുകളിൽ അതിൽ നിന്നും ഫിനിഷിംഗ് ലെവലിൽ 14 ഇഞ്ച് ഫിനിഷിംഗ് ലെവൽ ബോൾട്ട് ലെവൽ നമ്മൾ കൺസീൽഡ് ഫ്ലഷിൻ്റെ ബോൾട്ട് ലെവൽ സെറ്റ് ചെയ്യണം. അതായത് നമ്മൾ ആദ്യമേ തന്നെ ഫ്ലോർ ടാപ്പ് വെച്ചതിന് ശേഷം അതിൽ നിന്നൊരു 3 ഇഞ്ച് ഹൈറ്റ് വെച്ചതിന് ശേഷം ഫ്ലോർ ലെവൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം ബോൾട്ടിൻ്റെ ഹൈറ്റ് 14 ഇഞ്ച് കിട്ടാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഇത് കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കണം. കാരണം ഒരിക്കലും ട്രാപ്പിനേക്കാൾ താഴ്ന്ന് ഒരിക്കലും പോകില്ല. പക്ഷേ നമ്മൾ പറഞ്ഞ മെഷർമെൻറ്റിൽ ഒരുപാട് പൊങ്ങിക്കഴിഞ്ഞാൽ ക്ലോസറ്റിൻ്റെ അടിയിൽ വരുന്ന ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. പിന്നെ നമ്മളെല്ലാം കൊടുത്തിരിക്കുന്നത് CPVC പൈപ്പാണ്. നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊഫഷണൽ ടീറ്റർ കൊടുത്തു. അതിൽ നിന്ന് നേരെ ഒരു വാൽവ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വാൽവ് നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഫ്ലഷ് കംപ്ലയിൻ്റ് ഉണ്ടാകും, കൺസീൽ ഫ്ലഷിന് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് ബാത്റൂം മൊത്തം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ നമ്മളൊരു ഫ്ലഷിന് വേണ്ടി സെപ്പറേറ്റ് ഒരു വാൽവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫ്ലഷിലെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ വാൽവ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാത്റൂം മൊത്തം യൂസ് ചെയ്യാം. ഫ്ലഷിലേക്കുള്ള വെള്ളം ലീക്കായി ക്ലോസറ്റിലൂടെ പുറത്തേക്ക് പോകില്ല. അപ്പോൾ ടാങ്കിലെ വെള്ളം തീർന്നു പോവുകയില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു വാൽവ് കൊടുക്കുന്നത് നല്ലതാണ്. അതായത് ഫ്ലഷിന് തൊട്ടടുത്ത് തന്നെ ഫ്ലഷിന് വേണ്ടി സെപ്പറേറ്റ് ഒരു വാൽവ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു കോർണറിലായിട്ടാണ് നമ്മൾ നമ്മുടെ ട്രാപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് മിക്സഡ് ടാപ്പാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് റൈറ്റ് സൈഡ് പച്ചവെള്ളം കൊടുത്തിരിക്കുന്നു, അതായത് ഈ കാണുന്ന റൈറ്റ് സൈഡ് പച്ചവെള്ളം കൊടുത്തിരിക്കുന്നു, ലെഫ്റ്റ് സൈഡ് നമ്മൾ ചൂടുവെള്ളം കൊടുത്തിരിക്കുന്നു. ഈ 2 പൈപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത് CPVC പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. CPVC പൈപ്പ് തന്നെ ബാത്റൂമിൻ്റെ അകത്ത് അടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഏതെങ്കിലും വഴിക്ക് റിട്ടേൺ വഴി വന്ന് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് ചൂടുവെള്ളം മിക്സ് ആയി കഴിഞ്ഞാൽ PVC ആണെങ്കിൽ മൊത്തം കംപ്ലൈൻ്റ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ടൈല് കാര്യങ്ങളൊക്കെ പൊളിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് CPVC പൈപ്പ് തന്നെ ബാത്റൂമിൻ്റെ അകത്ത് മൊത്തം ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ ചെറിയൊരു എമൗണ്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാരണം ത്രെഡിങ് പൈപ്പ് നമ്മൾ ഓൾറെഡി CPVC ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് ഉപയോഗിക്കുമ്പോൾ CPVC പൈപ്പ് ആകുമ്പോൾ കുറച്ച് വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. നിസ്സാര എമൗണ്ട് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് തന്നെ CPVC പൈപ്പ് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് ഒരു പ്രശ്നമില്ലാതെ കിടക്കുന്ന രീതിയിലാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ബാത്റൂമിൻ്റെ മെഷർമെൻറ്റ് നമ്മുടെ ഐഡിയ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്തു. അതിനുശേഷം വരുന്ന ടാപ്പിൻ്റെ ഓപ്ഷൻ കൊടുത്തു. അതിനുശേഷം കോർണറിലേക്ക് ഒരു 10 ഇഞ്ചിൻ്റെ വാഷ് ബേസിൻ കൊടുക്കാവുന്ന ഓപ്ഷൻ കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷവർ കൂടി കൊടുക്കാം. ഷവർ കൂടി കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഷവർ കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ കൂടി നമുക്ക് കുളിക്കുന്നതിനുള്ള ഓപ്ഷൻ കൂടി ആയി കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.